സ്നേഹ നമസ്കാരം. ദാഹിച്ചു വന്ന ഒരാൾ കുടിക്കാനായി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. പെട്ടെന്ന് പുറത്ത് വലിയൊരു ശബ്ദം കേട്ട അയാൾ അതെന്താണെന്ന് അറിയാനായി എടുത്ത ഗ്ലാസ് വെള്ളം മേശപ്പുറത്ത് വെച്ച ശേഷം പുറത്തേക്ക് പോയി. മേശപ്പുറത്ത് ആ ഗ്ലാസ്സിനരികിൽ ഒരു കുപ്പി വിഷവും ഇരിക്കുന്നുണ്ടായിരുന്നു. വിഷം വെള്ളത്തിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, നിന്റെ ആയുസ് തീരാറായി. അയാൾ ഇപ്പോൾ തന്നെ നിന്നെ വന്ന് കുടിച്ചു തീർക്കും. ഇത് കേട്ട വെള്ളം സങ്കടത്തോടെ വിഷത്തോട് ചോദിച്ചു, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു വഴി പറഞ്ഞു തരാമോ? ഉടനെ തന്നെ വിഷം മറുപടി പറഞ്ഞു, എൻ്റെ ഒരു തുള്ളി ഞാൻ നിനക്ക് തരാം. നിന്റെ നിറം മാറുമ്പോൾ അയാൾ നിന്നെ കുടിക്കില്ല. വെള്ളത്തിന് ഇത് കേട്ട് സന്തോഷമായി. താൻ രക്ഷപ്പെടാൻ പോവുകയാണല്ലോ. വെള്ളം വിഷത്തോട് പറഞ്ഞു, എന്നാൽ വേഗം നിന്റെ ഒരു തുള്ളി എന്നിൽ അലിയിക്കൂ, ഞാൻ രക്ഷപ്പെടട്ടെ. അങ്ങനെ വിഷം തൻ്റെ ഒരു തുള്ളി വെള്ളത്തിൽ അലിയിച്ചു. അപ്പോൾ തന്നെ വെള്ളത്തിന്റെ നിറം മാറി. പുറത്തു പോയി തിരിച്ചു വന്ന ആൾ മേശപ്പുറത്ത് നിന്ന് വെള്ളം കുടിക്കാനായി എടുത്തു. എന്നാൽ അതിൻ്റെ നിറത്തിൽ മാറ്റം ശ്രദ്ധിച്ച അയാൾ അത് കുടിക്കാതെ അവിടെ തന്നെ വെള്ളം വെച്ചിട്ട് പോയി. വെള്ളം സന്തോഷം കൊണ്ട് മതിമറന്നു. വിഷം എന്ന സുഹൃത്ത് തന്നെ രക്ഷിച്ചിരിക്കുന്നു. വെള്ളം വിഷത്തോട് പറഞ്ഞു, നീ ചെയ്തു തന്ന ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എൻ്റെ ജീവനാണ് രക്ഷിച്ചത്. ഇനി നീ എന്നെ പഴയ സ്ഥിതിയിലേക്കാക്കണം. അപ്പോൾ പതുക്കെ ചിരിച്ചുകൊണ്ട് വിഷം പറഞ്ഞു, സുഹൃത്തെ, എനിക്ക് നിന്നിൽ അലിയാനേ കഴിയുള്ളൂ. നിന്നിൽ നിന്ന് എന്നെ എടുത്തു മാറ്റാൻ എനിക്ക് കഴിയില്ല. നീ ഇനി മുതൽ വിഷമാണ്, വെള്ളമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം കാണുന്ന ചില ആളുകളും സാഹചര്യങ്ങളും ഈ വിഷത്തെ പോലെയാണ്. അവ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വിഷമയമാക്കും. ജീവിതത്തിന്റെ നിറം കെടുത്തുന്ന ചില സ്വഭാവ വൈകല്യങ്ങൾ അങ്ങനെ നാം അറിയാതെ തന്നെ നമ്മുടേതാകുന്നു. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ താൽക്കാലിക സന്തോഷങ്ങൾ പിന്നീട് വേദനിപ്പിക്കുന്ന ദുശീലങ്ങളായി നമ്മുടെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. വഴി തുറക്കുന്നവയെല്ലാം പ്രചോദനങ്ങളും വഴി മുടക്കുന്നവയെല്ലാം പ്രലോഭനങ്ങളുമാണ്. ജീവിതം വഴിമുട്ടിക്കുന്ന ഇത്തരം പ്രലോഭനങ്ങളോട് അരുത് എന്ന് പറയാനും അവയിൽ നിന്ന് ബോധപൂർവം അകലം പാലിക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത്.